ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ടീം PPPL അവതരിപ്പിക്കുന്ന പബ്ജി റൂം മാച്ചിൻ്റെ സീസൺ 8 രണ്ടാമത്തെ മാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് പവേർഡ് ബൈ തറവാട് ഇ സ്പോർട്സ്. അപ്പോൾ ഗൈസ്, എൻ്റെ പേര് നിജോ. അപ്പോൾ ഞാൻ ഇന്നലെ സ്പെക്കിനുണ്ടായിരുന്നു. ഇന്നലെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു മാച്ചിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ രണ്ടാമത്തെ മാച്ചാണ്. ഇന്നത്തെ നമ്മുടെ മാപ്പ് മിറാമറാണ്. ഇന്നലെ നമുക്കിവിടെ ചിക്കനിൻ്റെ അടിച്ച ടീം സ്ലോട്ട് നമ്പർ 9 കളിച്ച ബ്ലാക്ക് ഫോക്സ് ആണ്. അവർ ഇന്നും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സെക്കൻഡ് ടീം 11 കളിക്കുന്ന TL4 ആണ്. അതേപോലെ തന്നെ തേർഡ് എത്തിയത് 10 കളിക്കുന്ന Go46 ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ടീമുകൾ ഇന്ന് പരിചയപ്പെടുകയാണെങ്കിൽ സ്ലോട്ട് 2 ഡിയോക്സിസ്, 3 ദാവൂദ്, 4 സിൻ, 5 BSR അക്കാഡ്സ്കി, 6 എക്സൗട്ട്, 7 തറവാട്, 8 ആൽക്കോ, 9 ബ്ലാക്ക് ഫോക്സ്, 10 Go46, 11 TL4, 12 NGT, 13 കിരോട്ടോ, 14 എലൈറ്റ് ടീം 2, 15 ഓർട്ടൺസ്, 16 സൈത്രോപിഡോസ്, 17 ഹൂനിഗൻ, 18 ബ്ലിറ്റ്സ്, 19 കാവാലം ഇ സ്പോർട്സ്, 20 ഡാർക്ക് ഹോഴ്സ്, 21 എലൈറ്റ് ടീം 1, 22 ഏരിയ 51, 23 റിട്നിക്സ്, 24 റോയൽ ഡിമോൺസ് ആൻഡ് ഫൈനലി 25 ഗോഡ്സെൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടീംസ്. പോയിന്റ്സ് ടേബിൾ വന്നപ്പോൾ ഇപ്പോൾ ടോപ്പ് നിൽക്കുന്നത് സ്ലോട്ട് നമ്പർ 9 കളിച്ച ബ്ലാക്ക് ഫോക്സ് ആണ്. രണ്ട് പ്ലേയേഴ്സ് ഇന്നും മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഏതൊക്കെ ടീമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്ക് നോക്കാം. നമ്മൾ ഏകദേശം കണ്ട രീതിയിൽ വെച്ച് നമുക്ക് 2 പ്ലേയേഴ്സ് മാപ്പ് ഡൗൺലോഡ് ചെയ്യാതെ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ എല്ലാവരോടും പറയുന്നതാണ് മിറാമറ, അതുപോലത്തെ നമ്മൾ എല്ലാവരും കളിക്കാത്ത മാപ്സ് വരുമ്പോൾ എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയിലൂടെ അല്ലാതെ എടുത്ത് പറയുന്നതാണ് മാപ്സ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിന്ന് മാച്ച് ഏകദേശം സ്റ്റാർട്ടായിരിക്കുകയാണ്. സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിയോക്സിസ് എല്ലാ 4 പേരും തന്നെയുണ്ട്. സിന്നിലെ ഒരാളാണ് മാപ്പ് ഡൗൺലോഡ് ചെയ്യാതെ പോയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിന്നിലെ ഭരത് ആണെന്ന് തോന്നുന്നു. എൻ്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഓർമ്മ വെച്ചിട്ട് പറയാണ്. ഭരത് ആണെന്ന് തോന്നുന്നു ഒരാൾ മാപ്പ് ഇല്ലാതെ പോയത്. കാരണം സിന്നിൽ ആ 3 പേരെ കണ്ടിരുന്നു. അക്കാഡ്സ്കി 3 പേരെ ഉള്ളായിരുന്നു എന്നറിയില്ല. ഇന്ന് 3 പേരാണ് കളിക്കുന്നത്. എക്സൗട്ട്, തറവാട്, Go46 എല്ലാവരും ഉണ്ട്, ബ്ലാക്ക് ഫോക്സ് എല്ലാവരും ഉണ്ട്. TL4 ഒരു പ്ലെയർ മാപ്പില്ലാതെ പോയോ എന്നൊരു സംശയമുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചില്ല. NGT ഉണ്ട്, കിരോട്ടോ ഉണ്ട്, എലൈറ്റ് ടീമുണ്ട്. നമ്മൾ ഓർട്ടോൺസിൽ 2 പേര് മാത്രം നമ്മളവിടെ കണ്ടുള്ളൂ. 16 സൈത്രോപിഡോസ് ആണ്. അവിടെ എലൈറ്റിന് ഒരു പ്ലെയർ കളിക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സൈത്രോപിഡോസ് ഏതായാലും അല്ല ആ ടീം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ 17 ഹൂനിയൻ ഉണ്ട്, 18 ബ്ലിറ്റ്സിൽ ഒരു പ്ലെയർ മാത്രം, കാവാലം ഇ സ്പോർട്സ് എല്ലാവരും ഉണ്ട്. 23 പേര് എലൈറ്റിൻ്റെ ടീം 1 എല്ലാവരും ഉണ്ട്. ഏരിയ 51 എല്ലാവരും ഉണ്ട്, റിട്നിക്സ് എല്ലാവരും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മാച്ച്. അപ്പം റോയൽ ഡിമോൺസ് 3 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാപ്പിലേക്ക് നമ്മൾ പോകാം. നമ്മുടെ മാപ്പ്, നമ്മുടെ റൂട്ട് ഇത് നോക്കുവാണെങ്കിൽ എനിക്കും ഇന്ന് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. കാരണം നല്ല ഡിലേ ആകുന്നുണ്ട്. അപ്പം എന്തെങ്കിലും നോക്കുക. നമ്മളിപ്പം നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത് ടീം 2 ഡിയോക്സീസിനെയാണ്. നമുക്ക് ടീംസ് സിൻ ആദ്യം തന്നെ ചാടിയിട്ടുണ്ട്. വേറെ ആരും ആ ഒരു നമ്മുടെ താഴത്തെ ഐലൻഡ് പോലത്തെ ആ സ്ഥലത്തേക്ക് വേറെ ആരും പോയിട്ടില്ല. ഇതുവരെ വേറെ ആരും ചാടിയിട്ടില്ല. സിന്ന് മാത്രം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇതുവരെ ആരും ചാടിയില്ല. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആണെന്ന് തോന്നുന്നു. ഏരിയ 51 22 സ്ലോട്ടിൽ കളിക്കുന്ന ഏരിയ 51 ചാടിയിട്ടുണ്ട്. അവർ ചുമാസെറ അങ്ങടാണോ എന്നറിയില്ല. ഏതായാലും ബ്ലിറ്റ്സിൽ ഒറ്റ കളിക്കുന്ന തേപ്പ് ജിത്തു താഴേക്ക് ചാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോഡ്സെൻ്റ് ചാടിയിട്ടുണ്ട്. ഗോഡ്സെൻ്റെ കൂടെ വേറൊരു MR, നമ്മൾ ഇന്നത്തെ ചാമ്പ്യൻസായ MR ചാടിയിട്ടുണ്ട്. Go46 അങ്ങോട്ട് പോകുന്നുണ്ട് MRൻ്റെ കൂടെ തന്നെ. 20 കളിക്കുന്ന ഡാർക്ക് ഹോഴ്സും അവരുടെ കൂടെ തന്നെ പോകുന്നു. അക്കാഡ്സ്കി അങ്ങോട്ട് പോകുന്നു. ഡിയോക്സിസ് ഒക്കെ ഇപ്പോഴും ഡിയോക്സിസ് ചാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പെക്ക് ചെയ്യുന്ന ടീമായ ഡിയോക്സിസ് ചാടിയിട്ടുണ്ട്. 21 എലൈറ്റ് T1 എല്ലാവരും ചാടുന്നു. നമ്മളെല്ലാവരും ചാടട്ടെ. നമുക്ക് എന്നിട്ട് ഒരു ക്ലിയർ പിക്ചറായി കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ആദ്യം തന്നെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഏതായാലും ഇപ്പം ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ സിന്ന് മാത്രമാണ് ഏകദേശം സേഫായിട്ട് നിൽക്കുന്നത്. കാരണം അവരുടെ അടുത്തെങ്ങും ആരും തന്നെ ഇല്ല. ബാക്കി ടീംസൊക്കെ ലാസ്റ്റിൽ കുറേ പേര് ചാടിയിട്ടുണ്ട്. Go46ഉം ഡാർക്ക് ഹോഴ്സും ഒന്നിച്ച് പോകുന്നു. അതാണ് ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ഒരു അപ്ഡേറ്റ്. Go46ഉം ഡാർക്ക് ഹോഴ്സും ഒന്നിച്ച് പോകുന്നു. അവരുടെ കൂടെ തന്നെ
അവരുടെ കൂടെ തന്നെ ഇന്നലത്തെ ബ്ലാക്ക് ഫോക്സും ഉണ്ട്. ഇന്നലത്തെ ഫസ്റ്റും തേർഡും എത്തിയ ടീം ഒരുമിച്ച് ഇറങ്ങിയിരിക്കുന്നു. അവർ എല്ലാവരും പെക്കാടിൽ ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പം ഇവിടെ നല്ല ടീമുണ്ടല്ലോ, തറവാടുണ്ട്, 19 കാവാലമുണ്ട്, 21 എലൈറ്റിലെ ഒരു ടീമുണ്ട്. ഇവിടെ മുഴുവൻ ഇന്ന് ആൾക്കാരാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് LSRലും കുറേ പേര് പോകുന്നുണ്ട്. ഈശ്വര, ഇന്ന് എങ്ങോട്ട് പോകുമെന്നൊരു പിടിയില്ല. കാരണം ഇത്രയും വലിയൊരു മാപ്പിൽ ഇത്രയും ടീംസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ജയിച്ച ടീമിൽ നിന്ന് തന്നെ പോയി നോക്കാം. മിസ്റ്റർ MRRR അടി കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അതോ ചാടിപ്പോൾ പറ്റിയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ലൈഫ് പോയിട്ടുണ്ട് RRൻ്റെ. പക്ഷേ ഇവർ ക്രോസ് ബോ ഒക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. തോക്കൊക്കെ കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവരുടെ ഏരിയൽ വ്യൂയിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ആര് തമ്മിൽ ഇടയ്ക്കും. കാരണം 20 കുറച്ചുകൂടെ മാറിയാണ്. ഇപ്പം സാൻഡ്വിച്ചായിട്ട് നിൽക്കുന്നത് Go46 ആണ്. കാരണം അപ്പുറത്ത് 20 കാവാലം അടിച്ചിരിക്കുന്നു. 19 കാവാലം അടിച്ചിട്ടുണ്ട്. കാവാലം ആകാശ് നമ്മളുടെ അറിയാം, നമുക്ക് കാവാലം ആകാശാണ് അടിച്ചിട്ടുള്ളത്. വിങ് ജോപ്പൻ തറവാടിനെ ആദ്യം തന്നെ വിങ് ജോപ്പനെയാണ് കാവാലം ആദ്യം തന്നെ അടിച്ചിരിക്കുന്നത്. ഇനി ബാക്കി 3 പേരും ഉണ്ട്. പക്ഷെ വിങ് ജോപ്പൻ തീർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ഇവിടെ നടക്കുന്നു. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കണ്ടാണ് പല ലിൻഡോ വയനാട് അവിടെ തറവാട് വ്ളാഡിമിറിനെ നോക്കാക്കിയിട്ടുണ്ട്. കാവാലം അവരുടെ അപ്പുറത്ത് തന്നെ എലൈറ്റും ഉണ്ട്. ഇവിടെ ഒരു നല്ല ഫൈറ്റ് തന്നെ നടക്കും. കാവാലത്തിലെ സിഫർ മാത്രം വേറൊരു ബിൽഡിങ്ങിൽ, ബാക്കി 3 പേരെടുത്ത് അവരെ തറവാടിനെ നോക്കിയിരിക്കുകയാണ്. തറവാടിൽ 2 പേരെ തീർന്നു. ഇനി സെയിൻ ഷാഡോയും നൂപ്കിനും മാത്രം. എലൈറ്റ് കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയാണ്. ഇവിടെ ഇപ്പം തറവാടിനെ വൈപ്പ് ചെയ്യാൻ ഒരു ചാൻസ് ആണ് കാവാലത്തിനുള്ളത്. കാരണം ഷാഡോയും നൂപ്കിനും മാത്രമേ ഉള്ളൂ. 4 vs 2 ആണ്. നേടുകളൊക്കെ അങ്ങോട്ട് പൊട്ടുന്നുണ്ട്. അത് നൂപ്കിൻ താഴേക്ക് പുറകിൽ കൂടെ ചാടി മാറിയിട്ടുണ്ട്. അത് അവിടെ തന്നെ വീണ്ടും തിരിച്ചു കയറുവാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അത് അവർ ബാക്കിലേക്ക് ഓടുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നൂപ്കിനും സെയിൻ ഷാഡോയും കൂടി പുറകിലേക്ക് വലിയുന്നൊരു കാഴ്ച. ഏതായാലും എലൈറ്റിന് അങ്ങോട്ടൊന്നും അല്ല പോകുന്നത്, സേഫായിട്ട് കളിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നല്ലൊരു ഏരിയൽ വ്യൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റി അവരവിടെ നിന്ന് ചാടിപ്പോകുന്നത്. അവർ ഓടി ഇപ്പോൾ കുറച്ചുകൂടെ മാറി എത്തിയിട്ടുണ്ട്. ലിൻഡോ വയനാട് അവരെ പിന്തുടരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ലിൻഡോ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലിൻഡോ വയനാട് അവരെ പിന്തുടരുന്നൊരു കാഴ്ച. ലിൻഡോ വയനാട് ഈസ് ലുക്കിംഗ് ഫോർ അവിടുന്ന് അവർ ഇപ്പുറത്തായിരുന്നു. ലിൻഡോ വയനാട് അവരുടെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അടി കിട്ടിയിട്ടുണ്ട്. സെയിൻ ഷാഡോ ആണെന്ന് തോന്നുന്നു പൊട്ടിച്ചത്. അപ്പോൾ 4 പേരും കൂടെ അങ്ങോട്ട്, അത് സെയിൻ ഷാഡോനെ തീർക്കാൻ പറ്റിയ ചാൻസ് 4 പേരും സെയിൻ ഷാഡോനെ അടി കൊണ്ടിട്ടുണ്ട്. ഏതായാലും നൂപ്കിൻ ആകാശിനെ നോക്കിയിരിക്കുന്നു. നൂപ്കിനെ നോക്കി ചെയ്തിട്ടുണ്ട്. ഇനി സെയിൻ ഷാഡോ മാത്രം. ഇന്ന് വൈപ്പാകുന്ന ആദ്യത്തെ ടീം തറവാടാകാനുള്ള ഒരു ചാൻസ് കാണുന്നു. ആകാശ് നോക്കാണ്. അറ്റ് ദ സെയിം ടൈം സ്പൈഡർ നൂപ്കിനെ കില്ലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സെയിൻ ഷാഡോ രക്ഷപ്പെടുമോ ഇവിടുന്ന്? അതോ നൂപ്കിൻ്റെ കില്ല് എടുത്തിട്ടുണ്ട് ലിൻഡോ വയനാട്. ആകാശിനെ സിഫർ റിവൈവ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആദ്യത്തെ ഒരു അടി നമ്മൾ കാണുന്നു. സെയിൻ ഷാഡോയിനെയും കൂടെ തീർത്ത് കഴിയുമ്പോൾ ഇന്ന് ആദ്യം വൈപ്പാകുന്ന ടീമായിട്ട് തറവാട് മാറും. നമ്മൾ തറവാടിലേക്ക് 7th സ്ലോട്ടിലേക്ക് പോയി കഴിയുമ്പോൾ സെയിൻ ഷാഡോയുടെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ് സെയിൻ ഷാഡോ. വളരെ നല്ലൊരു തീരുമാനം എന്ന് തന്നെ ഞാൻ പറയും. കാരണം സേഫായിട്ട് കളിക്കുന്ന ഒരു ടീമായ തറവാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടുക തന്നെയാണ്. കാരണം 1 vs 4 അതും അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാവാലമാണെന്ന്. കാവാലത്തിലെ 4 പേരോട് അടിച്ചിരിക്കാൻ പറ്റാതെ സെയിൻ ഷാഡോ, അതും ഷോട്ട് ഗൺ മാത്രമേ ഉള്ളൂ കയ്യിൽ. സെയിൻ ഷാഡോ അവിടുന്ന് ബൈക്ക് എടുത്ത് രക്ഷപ്പെടുന്നൊരു കാഴ്ച. അപ്പോൾ അങ്ങനെ സെയിൻ ഷാഡോ തൽക്കാലം ടെമ്പററി സേഫ് ആണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എലൈറ്റുമായിട്ടൊരു ഫൈറ്റ് കാണാൻ ചാൻസ് ഇല്ല. NGT അടിക്കുന്നു. 12 NGT എക്സ് ഔട്ടുമായിട്ടൊരു ഫൈറ്റ് അവിടെ നടക്കുന്നു. നമുക്ക് നോക്കുമ്പോൾ എക്സ് ഔട്ട് വേഴ്സസ് NGT ഒരു ഫൈറ്റ്. എക്സ് ഔട്ടിലെ സുജിത്തിനെ നോക്കാക്കിയിട്ടുണ്ട്. സിംബ നോക്കാണ്. എക്സ് ഔട്ടിലെ സുജിത്തും സിംബനെ അതാ അവിടെ അറ്റ് ദ സെയിം ടൈം Go46 സ്ലെയർ നോക്കാണ്. നമുക്ക് പല ഫൈറ്റുകൾ അറ്റ് ദ സെയിം ടൈം സിംബയെ കില്ലാക്കിയിരിക്കുന്നു. അതാ NGT ടീം ഇന്ന് നൈസായിട്ട് എക്സ് ഔട്ടുമായിട്ട് ആയതിൻ്റെ ഫൈറ്റ് എടുക്കുന്നു. NGT ബോസ് അവിടെ നിന്ന് ഫ്ലാങ്ക് ചെയ്യുന്ന കണ്ടോ. NGT വെയിനെ ദിമിത്രി നോക്കെടുത്തിട്ടുണ്ട്. ദിമിത്രി വേഴ്സസ് സൈനൈഡ് തമ്മിൽ നല്ലൊരു ഫൈറ്റ്. ദിമിത്രിക്ക് നല്ല അടി കിട്ടുന്ന അവിടുന്ന്. ദിമിത്രിയുടെ എങ്കിൽ അതാ വൈപ്പാക്കി എന്നാണ് തോന്നുന്നത്. കാരണം അതാ വൈപ്പായി. ഇന്ന് ആദ്യം വൈപ്പായ ടീമായിട്ട് എക്സ് ഔട്ട് മാറുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് തറവാട് വൈപ്പാവുന്നതാണ്. പക്ഷേ സെയിൻ ഷാഡോ രക്ഷപ്പെട്ടു. ഇന്ന് ആദ്യം വൈപ്പായ ടീമായിട്ട് എക്സ് ഔട്ട് മാറുന്നു. അറ്റ് സെയിം ടൈം നമുക്ക് Go46 ഒന്ന് പോകണം. കാരണം Go46 അവിടെ ഒരു അടി നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. Go46 ലെയർ നോക്കായിരുന്നു. പക്ഷെ അവിടുത്തെ റിവൈവ് ചെയ്തിട്ടുണ്ട്. അവർ
ഡാർക്ക് ഹോഴ്സുമായിട്ടാണ് ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നത്. അവിടെ തന്നെ നമ്മളുടെ ബ്ലാക്ക് ഫോക്സും ഉണ്ട്. ഏത് ടീമാണ് അടിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നല്ലൊരു അടി, ഇവിടെ ഒരു OP ഫൈറ്റ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതുവരെ ആരും ഒരു ഫൈറ്റ് എടുത്തിട്ടില്ല. Go46 തൽക്കാലം പറയുകയാണെങ്കിൽ സാൻഡ്വിച്ചാണ്. Go46 20യുടെയും 9ൻ്റെയും ബ്ലാക്ക് ഫോക്സിൻ്റെയും ഡാർക്ക് ഹോഴ്സിൻ്റെയും നടുവിൽ സാൻഡ്വിച്ചാണ്. ഇന്നലത്തെ രണ്ട് മികച്ച ടീമുകൾ, ഏറ്റവും കൂടുതൽ ഇന്നലെ കില്ലെടുത്ത രണ്ട് ടീമുകൾ Go46 ആൻഡ് ബ്ലാക്ക് ഫോക്സ് ഇന്ന് ആദ്യം തന്നെ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവിടെ ഈ മൂന്ന് ടീമിൽ നിന്ന് അരവിന്ദ്, ബ്ലാക്ക് ഫോക്സ്, വാൻകുഷർ, കിറോട്ടോ, വിക്കിനെ നോക്കാക്കിയിരിക്കുന്ന സ്ലെയർ, അത് നല്ലൊരു മൂവായിരുന്നു. ഇന്നത്തെ ടോപ്പ് പ്ലെയറായ വിക്കിനെ നോക്കെടുത്തിരിക്കുകയാണ് അവിടെ. അത് തന്നെയാണ് ഈ മാച്ചിൽ. ഹെക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്, ഹെക്ടറിന് വരുന്നത് കാണാം സ്ലെയറിന്, ആ സ്ലെയറിന് അടി കിട്ടുന്നു. പക്ഷെങ്കിൽ വിക്കിൻ്റെ നോക്ക്, ഇന്നലത്തെ മെയിൻ പ്ലെയറിനെ നോക്ക് ആയെന്ന് എടുത്തിട്ടുണ്ട്. Go46 അങ്ങോട്ട് റഷ് ചെയ്യുവാൻ നമുക്കറിയാം. വിക്കിനെ ഹെക്ടർ റിവൈവ് ചെയ്യുന്നു. ഇവിടെ നല്ലൊരു അടി നടക്കാനുള്ളൊരു ചാൻസ്. മിയാബായ് അങ്ങോട്ട് റഷ് ചെയ്യുന്നോ എന്നൊരു സംശയം. കാരണം ഹെക്ടർ വിക്കിനെ റിവൈവ് ചെയ്തു. കാരണം വിക്കിനെ തീർക്കാൻ സാധിക്കുന്നില്ല. ബ്ലാക്ക് ഫോക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം Go46 മനസ്സിലായിട്ടുണ്ട് അത് ബ്ലാക്ക് ഫോക്സ് ആണ്. MR ടീം ഇന്നലെ ചിക്കൻ അടിച്ച ടീമാണ്. അപ്പം വിക്ക് നോക്കായെങ്കിലും പക്ഷേ അത് എടുക്കാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഹൂനിഗൻ വേഴ്സസ് TL4 ഒരു ഫൈറ്റ് നടക്കുന്നു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടെ 3 ടീം നിൽക്കുന്നുണ്ട്. അപ്പോൾ TL4-നൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ TL4 AJ, അജ്മൽ എന്നാന്ന് തോന്നുന്നു പേര്, TL4 AJ, അവിടെ നമ്മളുടെ ഹൂനിഗനെ ഇപ്പോൾ വൈപ്പ് ചെയ്യാവുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഹൂനിഗൻ്റെ വേറൊരു പ്ലെയറിനെ കൂടെ അടിച്ചിരിക്കുന്നു, റിനു. ഹൂനിഗനിലേക്ക് നമ്മളൊന്ന് പോയി കഴിയുമ്പം റിനു മാത്രമേ ഉള്ളൂ. റിനു നല്ല അടി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് വൈപ്പായ ടീമായിട്ട് ഇന്ന് ഹൂനിഗൻ മാറിയിരിക്കുകയാണ്. TL4 ആ കില്ലുകൾ ഫുൾ എടുത്തിട്ടുണ്ട്. TL4-നെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 കില്ലും AJ, 1 കില്ല് ഡാക്സ്, അവർ 3 പേരാണ് കളിക്കുന്നത്. പക്ഷെ എന്നാൽ നമുക്ക് ഇപ്പോഴും ബ്ലാക്ക് ഫോക്സിലേക്ക് ഒന്ന് പോകണം. കാരണം അവിടെ നല്ലൊരു ചാൻസ്, 3 ടീമുകളാണ്. നമുക്കൊരു ഏരിയൽ വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഇവിടുത്തെ അവസ്ഥ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അനങ്ങുന്നില്ല, എല്ലാവരും അവർ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ. അതായത് ഡാർക്ക് ഹോഴ്സും അവിടെ തന്നെ. മിയാബായിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. നോക്കായി നമ്മൾ കണ്ടിട്ടില്ല, കാരണം നല്ല ലൈഫ് കുറവാണ്. വിക്കും ഹെക്ടർ ഒരു ബിൽഡിങ്ങിൽ, MR ഹെക്ക് പുറകിലായിട്ട് നിൽക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കാം, കാരണം അവിടെ റെഡ് സോൺ കൂടിയാണ്. ബ്ലാക്ക് ഫോക്സ് Go46 ഇപ്പം നോക്കുന്നത് ഏത് സൈഡിൽ നിന്നാണ് അവർക്ക് അടി വരുന്നത്. കാരണം Go46 ഈസ് സറൗണ്ടഡ് ബൈ ഡാർക്ക് ഹോഴ്സ് ആൻഡ് ബ്ലാക്ക് ഫോക്സ്. സ്ലെയർ കുറച്ച് ആ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ്. ഇവിടെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു. കാരണം ഇവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഡാർക്ക് ഹോഴ്സ് തൊട്ട് അവിടെ നിന്ന് അനങ്ങുന്നുമില്ല. NGT അറ്റ് ദ സെയിം ടൈം മാർട്ടിൻ JK, അത് നമ്മുടെ എലൈറ്റ് ഏതൊരു ടീമിലാണ്. അതാ AK-47 ഗെയിമർ MR ഇന്നലത്തെ വേറൊരു മെയിൻ പ്ലെയറിനെ നോക്കാക്കിയിരിക്കുകയാണ്. NGTയുടെ അത് നമുക്ക് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ AK-47 ഗെയിമർ അവിടെ ഒരു ഫൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇന്ന് ഇവരെ RR നോക്കാണ്. ഇവരങ്ങോട്ട് റഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണണം. കാരണം RRനെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നോക്ക് എടുക്കുന്നതുകൊണ്ട് റിവൈവ് ആക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കളിയാണ്. കാരണം ഹെക്ടറും വിക്കും അപ്പുറത്ത് നിൽപ്പുണ്ട്, RRും ഹെക്കും ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ഇവർ നോക്ക് ആക്കുന്നുണ്ട്, പക്ഷേ വന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മിയാബായ് അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഏകദേശം എല്ലാവർക്കും പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. NGT അറ്റ് ദ സെയിം ടൈം എലൈറ്റോട് അടിക്കുന്നു. ഇവിടുത്തെ ഒരു അടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് എന്നാലും NGTയിലേക്ക് പോകാം. എലൈറ്റും വേഴ്സസ് NGT അടിക്കുന്നു. NGT ഒരു ടീമിനെ വൈപ്പ് ചെയ്തതാണ്. NGT ബോസും അവർ ഒരു ടീമിൻ്റെ വൈപ്പും കൂടെ എടുത്തിരിക്കുന്നു. എലൈറ്റിലെ എനിക്ക് തോന്നുന്നു ടീം 2 ആണെന്ന് തോന്നുന്നു. എലൈറ്റ് ടീം 2 14ാമത്തെ സ്ലോട്ടിൽ കളിക്കുന്ന എലൈറ്റ് ടീം 2നെ അവർ വൈപ്പ് ചെയ്തിട്ടുണ്ട്. NGT ബോസ് നോക്കാണ്, പക്ഷേ റിവൈവ് ചെയ്ത് പോകും. നമുക്കത് കാണാൻ പറ്റില്ല, കാരണം അവിടെ അറ്റ് ദ സെയിം ടൈം വേറൊരു ഫൈറ്റ് നടക്കുമായിരുന്നു. പക്ഷേ NGT ഇന്ന് നല്ല രീതിയിൽ 2 സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് 8 കില്ലുമായിട്ട് NGT 2 സ്ക്വാഡിനെ 4 പേര് വെച്ച് കളിച്ച 2 സ്ക്വാഡിനെ ആദ്യം തന്നെ വൈപ്പ് ചെയ്ത് 8 കില്ലുമായിട്ട് NGT. എടുത്തു പറയേണ്ട NGTയുടെ പെർഫോമൻസ് പറയുമ്പം NGT ബോസ് 5 കില്ല് 3 കില്ലുമായിട്ട് സൈൻ ചെയ്ത്. ഇന്ന് നമുക്ക് NGT ബോസിൻ്റെ വക ആദ്യം തന്നെ ഒരു OP കളി 2 ടീമിനെയാണ് വൈപ്പ് ചെയ്തത്. നമ്മൾ കണ്ടതാണ്. ഹൂനിഗനെ വൈപ്പ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം മിസ്റ്റർ വിക്ക് സ്ലെയറിനെ അടിച്ചിരിക്കുകയാണ്.
മിസ്റ്റർ വിക്ക് അവരിങ്ങോട്ട് ഇനിയും പുഷ് ചെയ്യുമെന്ന് നോക്കാം. കാരണം സ്ലെയറിൻ്റെ നോക്ക് എടുത്തിട്ടുണ്ട്, സ്ലെയറിനെ കില്ലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് 20 ഡാർക്ക് ഹോഴ്സ് അവിടെ സ്ലെയറിൻ്റെ കില്ല് എടുത്തു വന്നൊരു സംശയം. സ്ലെയറിൻ്റെ കില്ല് 20 അടിച്ച് മാറ്റിയിരിക്കുന്നു. ആ കില്ല് ഡാർക്ക് ഹോഴ്സ് അടിച്ച് മാറ്റിയിരിക്കുന്നു. അത് വില്യം ബാൾവി ആ കില്ല് അവിടെ നിന്ന് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് ഗോ 46 സാൻഡ്വിച്ച് ആയിരുന്നു, നോക്കാക്കിയത് വിക്കാണെങ്കിൽ കൂടി തൊട്ടപ്പുറത്ത് വന്ന് കില്ലടിച്ച് മാറ്റിയിരിക്കുകയാണ് നമ്മളുടെ 20 ഡാർക്ക് ഹോഴ്സ്. അത് ഡാർക്ക് ഹോഴ്സിൻ്റെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ. അവർക്ക് ദേ ഗോട്ട് എ ചാൻസ് ആൻഡ് ദേ ടുക്ക് ദാറ്റ് കിൽ. അത് തന്നെയാണ് നമ്മൾ പറയുന്നു. കാരണം വിക്കാണ് യൂസി വെച്ചിട്ട് അവിടെ സ്ലെയറിനെ നോക്ക് ചെയ്തത്. പക്ഷെങ്കിൽ കാർ 90 ഉപയോഗിച്ചിട്ട് ടീം 20 ഡാർക്ക് ഹോഴ്സിലെ പ്ലെയർ ആ കില്ല് അങ്ങോട്ട് ഒരു സ്മോക്ക് അങ്ങോട്ട് പോകുന്നു. അത് സെയിൻ ഷാഡോ കാവാലം സൈഡിൽ സെയിൻ ഷാഡോ ഒറ്റയ്ക്ക് കളിക്കുന്ന പ്ലെയറാണ്. ലിൻഡോ വയനാട് ഏതായാലും സെയിൻ ഷാഡോ തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം സെയിൻ ഷാഡോ ലാസ്റ്റ് ഒറ്റയ്ക്കായിരുന്നു. ഒരു പ്ലെയറിനെ നോക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അങ്ങനെ ഒരു വൈപ്പായ ടീമായിട്ട് തറവാട് മാറിയിരിക്കുകയാണ്. ഇല്യാസിൻ്റെ ലൈഫ് വളരെ കുറവാണ്. ഇന്നും ഗോ 46 ഇവിടുന്ന് അടിതെറ്റുമോന്നൊരു, കാരണം അവർക്ക് ഒരു പ്ലെയർ നഷ്ടമായി. 3 vs 3 അവർക്ക് ഓൾറെഡി ഡാർക്ക് ഹോഴ്സുമായിട്ടൊരു ഫൈറ്റ് എടുക്കണം. അറ്റ് ദ സെയിം ടൈം 4 പേര് ബ്ലാക്ക് ഫോക്സിൻ്റെ 4 പേരും പൊസിഷനിൽ ഇവിടെ നിൽപ്പുണ്ട്. അതാണ് ഇന്നത്തെ ഇവിടുന്ന് എത്ര ടീം അവിടെ ഫുള്ള് സ്മോക്ക് ഇട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പുഷ് ചെയ്യാനാണെന്നൊരു സംശയം. ഇവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കാനുള്ളൊരു ചാൻസ്. ഇവിടുത്തെ നോക്ക് മുഴുവൻ കൊണ്ടുപോകാൻ വേണ്ടി 20 നിന്ന് കാർ 98 നോക്കിയിരിക്കുകയാണ് ഒരു പ്ലെയർ. അതാ ഇങ്ങോട്ട് കയറുന്നു, അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ബ്ലാക്ക് ഫോക്സിൽ ഒരു പ്ലെയർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഹെക്ടർ ആണെന്നൊരു സംശയം. ഹെക്ടർ ഇവരുടെ ബിൽഡിങ്ങിലേക്ക് കയറിയെന്നൊരു സംശയം. അതാ ഗോ 46 വളയുന്നു. ഗോ 46 ഇവിടുന്ന് വളയുകയാണ് ബ്ലാക്ക് ഫോക്സ്. അതാ എലൈറ്റ് ടോം ഡിയോക്സീസുമായിട്ടൊരു ഫൈറ്റ്. എലൈറ്റ് ടീം 1 21 പ്ലെയറും ഡിയോക്സീസും തമ്മിലൊരു ഫൈറ്റ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഡിയോക്സിസ് പക്ഷേ നല്ല ദൂരെയാണെന്ന് തോന്നുന്നു അവർ. എന്നാലും ഇവിടുന്ന് എലൈറ്റ് ടോം അടിച്ചിട്ടിരിക്കുകയാണ് ഡിയോക്സിസിലെ. എലൈറ്റ് ഇവിടുന്ന് ഡിയോക്സിസ് കുറച്ചും കൂടി മുകളിലാണ്. ഇവിടെ ഒരു ഫൈറ്റ് നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടത്തേക്കാളും നല്ലൊരു ഫൈറ്റ് അപ്പുറത്ത് നടപ്പുണ്ട്. ആ റിവൈവ് എടുത്തിരിക്കുകയാണ് ഡിയോക്സിസ് വേഴ്സസ് എലൈറ്റ് T1 ഉള്ളൊരു ഫൈറ്റാണ് നടക്കുന്നത്. നമുക്കിന്ന് എല്ലാ ടീമിനെയും കാണാൻ പറ്റും. അവർ വണ്ടി എടുത്ത് അങ്ങോട്ട് റഷ് ചെയ്യാണ്. എലൈറ്റ് അങ്ങോട്ട് റഷ് ചെയ്യണം. അത് അവിടുന്ന് പോകാൻ അറിയത്തില്ല. ഹണ്ടർ കയറിയിട്ടില്ല. നമുക്ക് ഏതായാലും എലൈറ്റ് അങ്ങോട്ട് റഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അപ്പുറത്തോട്ടൊന്ന് പോകണം, കാരണം അവിടെ എന്ത് സംഭവിക്കുന്ന ഒരു ആകാംക്ഷയാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർ വളയുന്നൊരു സീനാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും അവിടുന്ന് അനങ്ങാൻ പറ്റാതെ ഗോ 46 നിൽക്കുന്നു. RRും ഹെക്കും അവരുടെ ബിൽഡിങ്ങിൽ തന്നെയുണ്ട്. RRന്റെ നോക്ക് എടുത്തിരിക്കുകയാണ്. RRന്റെ നോക്ക് ഇല്യാസ് എടുത്തിട്ടുണ്ട്. വിക്കിനെ നോക്ക് ചെയ്തിട്ടുണ്ട് അബ്ര മുകേഷ്. അതാ വിക്കിൻ്റെ കില്ല് 20 ഡാർക്ക് ഹോഴ്സ് എടുത്തിരിക്കുകയാണ് വിക്കിനെ നോക്ക്. അത് നമ്മൾ ഇല്യാസിനെ ഹെക്ക് നോക്ക് ചെയ്തിരിക്കുന്നു. മിയാബായ് ഹെക്കിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അതാ വിക്കിനെ നോക്കാക്കിയിട്ടുണ്ട്. ഹെക്ടർ വരുന്നു. RR അതാ AK-47 ഗെയിമർ RRനെ ഇന്ന് കൊന്നിരിക്കുകയാണ്. മിയാബായ് ഹെക്കിനെ എടുത്തിരിക്കുന്നു. വിക്കിനെ ഡാർക്ക് ഹോഴ്സ് ആ കില്ലങ്ങ് എടുത്തിരിക്കുകയാണ്. അതാ നമ്മളുടെ ഇന്നലത്തെ ടോപ്പ് ടീമായ 9 ബ്ലാക്ക് ഫോക്സ് വൈപ്പായിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും അരവിന്ദ് ബി ഫോക്സ്, ലിൻഡോ വയനാട്. അതാ നമ്മളുടെ 21 നമ്മളിപ്പോൾ കണ്ടതാണ്. കാവാലം ലിൻഡോ വയനാടിനെ പിറ്റ്ബുൾ നോക്കി ചെയ്തിരിക്കുകയാണ്. അവർ കിറോട്ടോ വേഴ്സസ് ഒരു കാവാലം ഒരു ഫൈറ്റ് നമുക്ക് ഇന്ന് ഫുൾ ഏരിയയിൽ പോയാലേ കാണാൻ പറ്റത്തില്ല, കാരണം എവിടെയൊക്കെ ആരൊക്കെ അടിക്കുന്ന അറിയത്തില്ല. ടീം 13 കളിക്കുന്ന കിറോട്ടോ അലാക്കെ വന്നിട്ട് ബ്ലാക്ക് ഫോക്സിൻ്റെ റിവ്യൂ എടുത്തിട്ടുണ്ട്. കാവാലം വേഴ്സസ് കിറോട്ടോ ഒരു ഫൈറ്റ്. അതാ അരവിന്ദ് ബി ഫോക്സ് വീണ്ടും നോക്കാണ്. അലാക്കെ അവിടെ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു. അലാക്കെ അതാ വൈപ്പാണ്. കാവാലം 13 കളിക്കുന്ന കിറോട്ടോയെ വൈപ്പ് ചെയ്തിരിക്കുന്നു. 15 ടീമുകൾ. ഡിയോക്സിസ് അവിടെ അടിച്ചിരിക്കുകയാണ്. 2 ഡിയോക്സിസിലേക്ക് പോകുമ്പം മാഡ് മാക്സ് കിൽഡാണ്. ഡിയോക്സിസ് KOK ഫീനിക്സ് അത് നമ്മളുടെ എലൈറ്റ് ടീം 1ൻ്റെ പ്ലെയറാണ്. ടോം അവിടെ നിൽപ്പുണ്ട്. ടോമിന് വൈപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 14 ടീമുകൾ. അതായത് ഇന്നലത്തെ നല്ല പ്രകടനം കാഴ്ചവെച്ച എലൈറ്റ് ടീം 1നെ ഡിയോക്സിസ് ഇന്ന് നല്ലൊരു മികച്ച രീതിയിൽ ഇൻഫ്ലേമോ 2 കില്ല്, ഡെസ്റ്റോക്സ് 1 കില്ല്. ബാക്കി ടീമുകളിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായി, കാരണം മെയിൻ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഗോ 46ഉം 20 കളിക്കുന്ന 20 പേര് നോക്കട്ടെ, അബ്ര മുഖുരേഷ് എന്താ പേരൊന്നും അറിയത്തില്ല, കാരണം നൈസായിട്ടാണ് MR ടീമിൻ്റെ ഒരു കില്ല് അവിടെ നിന്ന് ലൂട്ട് ചെയ്തത്. വിക്ക് ഇറങ്ങി വന്നപ്പം വിക്കിനെ അടിച്ചു. നോക്കായി കിടന്ന
നമ്മളുടെ Go46 ലെയറിൻ്റെ കില്ല് വില്യം എന്ന് പറഞ്ഞ പ്ലെയർ 22 ഡാർക്ക് ഹോഴ്സ് കളിക്കുന്ന 2 പേര് നൈസായിട്ട് 2 തേർഡ് പാർട്ടി കിൽസ് അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണ് Go46നും നമ്മുടെ ബ്ലാക്ക് ഫോക്സിനും ഓരോ പ്ലേയേഴ്സും നഷ്ടപ്പെട്ടത്. ഓക്കെ, എനിവേ ഗുഡ് ഗെയിം. അവർ 2 കില്ല് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും Go46ലേക്ക് പോയിട്ട് അവർ ഡാർക്ക് ഹോഴ്സിനെ നോക്കി നിൽക്കുകയാണ്. അവരുടെ അടുത്തേക്ക് 22 ഏരിയ 51 കൂടെ എത്തിയിട്ടുണ്ട്. ഇനി കളി കൊഴുക്കും. 22 നമ്മുടെ വിന്നിയുടെ ടീമാണ് ഏരിയ 51. Go46 അവരുടെ അടുത്ത് തന്നെ നമ്മൾ 20 തേർഡ് പാർട്ടി അടിച്ചിരിക്കുന്നത്. ഇന്ന് തേർഡ് പാർട്ടി അടിച്ച വെച്ച് ഏറ്റവും നല്ല 2 കില്ല് എടുത്തിരിക്കുന്നത് 20 ഡാർക്ക് ഹോഴ്സ് ആണ്. പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. കാരണം നമ്മൾ ആ 20 ടീമിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ അബ്രാ മുകേഷ് അതാണ് നൈസായിട്ട് വിൻ 94 കൊണ്ടാണ് ആ വിക്കിൻ്റെ നോക്ക് അവിടെ ഉറപ്പ് വരുത്തിയത്. അതുപോലെ തന്നെ വില്യം കാർനെഞ്ചിൽ ഉപയോഗിച്ച് അവരിപ്പോഴും നോക്കി നിൽക്കുകയാണ്. അവിടെ ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നിട്ട് അവിടുന്ന് ഒരു കില്ലെടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ടീം നമ്പർ 20 ഡാർക്ക് ഹോഴ്സ്. വളരെ മികച്ചൊരു തന്ത്രം. വീണ്ടും അവിടെ തന്നെ റെഡ് സോൺ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പം ഇപ്പോൾ കാണുന്നത് 20 വേഴ്സസ് 22 ഏരിയ 51 വേഴ്സസ് Go46 വീണ്ടും ഒരു ഫൈറ്റിനുള്ള ചാൻസ്. ഇവർ കില്ലെടുക്കാൻ വേണ്ടി കാർണേറ്റ് ഒക്കെ വെച്ച് നോക്കി നിൽക്കുന്നു. ഏത് ടീമിന് വേണം മിയാബായി മുകേഷിനെ അടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, അവരെന്തായാലും റിവൈവ് ചെയ്യും. മിയാബായി നൈസായിട്ട് അവിടെ അടിച്ചിട്ടു. മിയാബായി അങ്ങോട്ട് ഒറ്റയ്ക്ക് പുഷ് ചെയ്യുന്നൊരു കാഴ്ച. മിയാബായി അങ്ങോട്ട് ഒറ്റയ്ക്ക് പുഷ് ചെയ്യുന്നു. മിയാബായി അങ്ങോട്ട് ഒറ്റയ്ക്ക് പുഷ് ചെയ്യുന്നു. വളരെ നൈസായിട്ട് മിയാബായി മാത്രം ലേഖ ഫോർട്സ് ഗെയിമർ. അങ്ങനെ 20 എന്നൊരു വൻമരത്തെ അവിടെ തേർഡ് പാർട്ടി അടിച്ചുകൊണ്ടിരുന്ന 20 ഏതായാലും Go46 ഫിനിഷ് ചെയ്തു. Go46 ഇപ്പോൾ 6 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് 3 പേരാണുള്ളത്. അവർക്ക് ഇനി ഏരിയ 51നെയും കൂടാണ് ഇവിടെ തീർക്കാനുള്ളത്. അവരിപ്പം ഏരിയ 51 വേഴ്സസ് Go46 ആണ്. കാരണം Go46 വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇന്നത്തെ ചാമ്പ്യന്മാരെ ബ്ലാക്ക് ഫോക്സിനെ വൈപ്പ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഡാർക്ക് ഹോഴ്സ് അവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ടീമായ ഡാർക്ക് ഹോഴ്സിനെ നൈസായിട്ട് വൈപ്പ് ചെയ്തു. ഏരിയ 51 ഇവരുടെ കുറച്ചടുത്ത് തന്നെയുണ്ട്. അവർക്കറിയാം ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുള്ളത്. ഇനി നമുക്ക് ഏതായാലും നടക്കട്ടെ, ബാക്കി ടീമുകളിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഡിയോക്സിസ് നമ്മൾ കണ്ടു. ദാവൂദിലേക്ക് പോവുകയാണെങ്കിൽ ദാവൂദ് വണ്ടിയൊക്കെ എടുത്ത് സോണിൻ്റെ നടുക്കെടുത്തുന്നുണ്ട്. അവരുടെ അടുത്തോട്ട് തന്നെ അക്കാഡ്സ്കി എത്തുന്നൊരു കാഴ്ച. കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ്. ദാവൂദ് വേഴ്സസ് അക്കാഡ്സ്കി. ദാവൂദ് ഇതുവരെ കില്ലൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണ് കാരണം എന്താ ഇവിടെ സംഭവിക്കുന്നത്. കാരണം അക്കാഡ്സ്കി ദാവൂദിനെ കണ്ടോ? അക്കാഡ്സ്കി ഇന്ന് 3 പേരെ കളിക്കുന്നുള്ളൂ. പക്ഷെ അവർ നമുക്കറിയാം വളരെ മികച്ചൊരു ടീമാണ് അക്കാഡ്സ്കി. ദാവൂദ് 4 പേരുമുണ്ട്. പക്ഷെങ്കിൽ അക്കാഡ്സ്കി മികച്ചൊരു ടീമാണ്. ദാവൂദിനെ അവരെ പിടിച്ചിരിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അക്കാഡ്സ്കി പക്ഷേ എല്ലാവരും ഇല്ല. പക്ഷേ അക്കാഡ്സ്കിയിലെ ട്രൈറ്റൻ മാത്രം വണ്ടി എടുത്ത് പോകുന്നു. പക്ഷേ ദാവൂദിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. ദാവൂദ് തൽക്കാലം സേഫാണ്. ദാവൂദിലെ ഒരു പ്ലെയർ അവരെ നോക്കി നിൽപ്പുണ്ട്. പക്ഷെങ്കിൽ അവർ മാറിയിട്ടുണ്ട് അവിടെ. നമുക്ക് അടുത്ത ടീമിലേക്ക് തന്നെ പോകാം. കാരണം ഇവിടെ ഫൈറ്റൊന്നും നടക്കുന്നില്ല. നമുക്ക് സിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഭരത് എന്ന പ്ലെയർ കയറിയിട്ടില്ല മാപ്പ്. സിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം സിൻ പ്രൊഫസർ തന്നെയായിരുന്നു. ഞാൻ വേറൊരു ടീമാണെന്ന് വിചാരിച്ചു. സിന്ന് തൽക്കാലം സേഫാണ്, സോണിലുണ്ട്. നമുക്ക് വേറൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ അക്കാഡ്സ്കി നമ്മളിപ്പോൾ കണ്ടു. ഇനിയുള്ളത് 13 ടീമാണ് കേസ്. 13 ടീമുകൾ മാത്രം ബാക്കി. Go46 കണ്ടു. TL4 ഏജ് നമ്മൾ കണ്ടാണ് അവരുടെ ഒരു പെർഫോമൻസ്. ഗോഡ്സ് ആൻഡ് ലോജിക്സ് നമുക്കറിയാം 11 വയസ്സ് മാത്രമുള്ള നമ്മുടെ ഗോഡ്സ് ആൻഡ് ലോജിക്സ് AWM വെച്ചിട്ടാണ് അടിക്കുന്നത്. സ്യൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഡ്രോപ്പ് അവരെടുത്തിട്ടുണ്ട്. ഏത് ടീമാണ് അടിക്കുന്നത് നമ്മൾ നോക്കി കഴിയുമ്പം നല്ല ദൂരെയാണ് ഏതായാലും അടിച്ചത്. കാരണം AWM വെച്ചിട്ട് നല്ല ദൂരെയുള്ളൊരു ടീമിനാണ് അവർ നോക്ക് ചെയ്തത്. ഫീഡ് കാണാൻ പറ്റിയില്ല. ഏതായാലും ഗോഡ്സിൻ്റെ ബ്ലിങ്ക് ഓൾറെഡി തീർന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് നല്ല ദൂരെയുള്ള ആർക്കിട്ടോ ആണ് കൊടുത്തത്. കാരണം നല്ല രീതിയിലാണ് അടിച്ചത്. അക്കാഡ്സ്കി ആണോ എന്ന് അറിയത്തില്ല. കാരണം അക്കാഡ്സ്കിയിലെ ആരും നോക്കൊന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അക്കാഡ്സ്കിയിലേക്ക് ഒന്ന് പോയി കഴിയുമ്പം എല്ലാവരും അതോ ലൈഫ് എടുത്താണോ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ എല്ലാവരും കുറേ മാറിയാണ്. ഗോഡ്സിൻ്റെ ദാവൂദിനെ അടിക്കുന്നു. TL4 വേഴ്സസ് ദാവൂദ്. TL4 വേഴ്സസ് ദാവൂദ് ഡാർക്ക് നൈറ്റ് നോക്കാണ്. ഡാർക്ക് നൈറ്റിനെ റിവൈവ് ചെയ്തിരിക്കുകയാണ്. TL4 വേഴ്സസ് ദാവൂദ് ഒരു ഫൈറ്റ് അടക്കമുള്ള ഒരു ചാൻസ്. TL4 അവിടെ സ്മോക്ക് ഇട്ടിരിക്കുകയാണ്. ദാവൂദ് ഡീകോഡ് ഉണ്ട്, ചോട്ടൂബിയും ഉണ്ട്, ഡാർക്ക് നൈറ്റ് ഉണ്ട്, സർഗൂഡിൻ ഉണ്ട്. അതുപോലെ തന്നെ TL4 നല്ല കില്ലെടുത്താണ് AJ വരുന്നത്.
അത് ഇവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ്. ഗൂഗ്ലിൻ വേഴ്സസ് സ്പാർട്ടനെ നോക്കിയിരിക്കുകയാണ് ചോട്ടു ഭീം. സ്പാർട്ടനെ നോക്കി ഇത് ചോട്ടു ഭീം. ബാക്കിയുള്ള പ്ലേയേഴ്സ് AJ മുകളിൽ നിന്ന് വരുന്നു. ആ കില്ലെടുത്തിട്ടുണ്ട്. ഡീകോഡ് ആ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. ദാവൂദ് ഡീകോഡ് ആ കില്ലെടുത്തിട്ടുണ്ട്. ഇനി അവർ 4 പേരും തന്നെയുണ്ട്. AJ മുകളിൽ കടന്നിരിക്കുകയാണ്. റിട്നിക്സും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത് ദാവൂദ് വേഴ്സസ് TL4 ആണ്. അത് ഏരിയ 51 വിന്നി TL4 ഡാക്സിനെ അടിച്ചിരിക്കുകയാണ്. ഏരിയ 51 അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഡാക്സ് നോക്കാണ്. ഇനി AJ മാത്രം. AJക്ക് നല്ലടി കിട്ടുന്നു. അത് ഗൂഗിളിനെ നോക്കാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ്. കാവാലം ആകാശത്ത് സിഗ്നൽ. ഏരിയ 51 അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വിന്നി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഇവിടുത്തെ. AJ വിന്നി ആ കില്ലെടുത്തിരിക്കുന്നു. ഗൂഗിളിൻ്റെ കില്ല് AJക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഡാർക്ക് നൈറ്റ് 3 പേര്. അതാ ഡാർക്ക് നൈറ്റിനെ നോക്ക് ചെയ്തിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുന്നു. ഏരിയ 51 ഇങ്ങോട്ട് റഷ് ചെയ്യുന്നു. ദാവൂദ് ഡാർക്ക് നൈറ്റ്. ഇനി ഡീകോഡും ചോട്ടു ഭീമും മാത്രം. അവിടെ ഫുള്ള് സ്മോക്ക് ഇട്ടിരിക്കുകയാണ്. വിന്നി അങ്ങോട്ട് റഷ് ചെയ്യുന്നു. സിന്നും കാവാലും തമ്മിൽ അറ്റ് ദ സെയിം ടൈം നല്ലൊരു അടി നടക്കുന്നു. അതാ സ്മോക്കിലേക്ക് റഷ് ചെയ്യുകയാണ്. കാവാലം വേഴ്സസ് സിൻ ഒരു നല്ല അടി. സിൻ അസറലിനെ അതാ ഡിയോക്സീസ് അതുവഴി കാറുമായിട്ട് പാസ് ചെയ്ത 3 ടീം. ചോട്ടു ഭീമിനെ ഫ്ലെയിം എറിഞ്ഞ് നോക്കാക്കിയിരിക്കുന്നു. ഡീകോഡിനെ അടിച്ചിട്ടിരിക്കുന്നു. അത് ദാവൂദ് തീർന്നിരിക്കുകയാണ്. ടീം ദാവൂദ് തീർന്നിരിക്കുകയാണ് ഇവിടെ. ഇനി ഡിയോക്സീസും ഏരിയ 51 കൂടി മാത്രം ഇവിടെ. ഡിയോക്സീസും ഏരിയ 51 കൂടെ ചേർന്നാണ് ദാവൂദിനെ അടിച്ചിട്ടത്. ഇനിയിപ്പം ഡിയോക്സീസ് അവിടെ കൈയടക്കി. ഇനി ഏരിയ 51 വേഴ്സസ് ഡിയോക്സീസ് ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നു. അവരുടെയൊക്കെ റോയൽ ഡിമോൺസും ദയാനന്ദും എത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പോയി നോക്കണം. കാരണം ദയാനന്ദും കൂടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ടീംസ് ഇതായിട്ടുണ്ട്. ദയാനന്ദ് മാത്രമേ ഉള്ളൂ കളിക്കുന്നത്. 9 ടീമുകൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനി ബാക്കി നമ്മൾ സിന്നിലേക്ക് പോയി കഴിയുമ്പം ടീമിന് സ്ലോട്ട് നമ്പർ NGT വീണ്ടും അടിക്കുന്നു. NGT ഇന്ന് നല്ലൊരു കളി കളിക്കുന്നു. NGT ബോസ് 5 കിലോമീറ്റർ. NGT പുറകിൽ കൂടെ വന്നിട്ട് നമ്മുടെ ഏരിയ 51 അടിക്കുന്നു. അവിടെ ഓൾറെഡി ഡിയോക്സിസ് ഉള്ളതാണ്. ഏരിയ 51 അമൽ ജോബിയെ നോക്കാക്കിയിരിക്കുന്നു. ഗൈസ് നമുക്ക് കുറേ ടീമുകളുള്ളതുകൊണ്ട് ഇന്ന് ഏരിയൽ വ്യൂ ആണ് ഏറ്റവും നല്ലത്. കാരണം ഏതൊക്കെയാണ് ഡിയോക്സിസ് അമൽ ജോബിയുടെ ഡിയോക്സിസ് ആ കില്ലെടുത്തിരിക്കുന്നു. റിട്നിക്സ് റോയൽ ഡിമോൺസിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു. ഒരു പ്ലെയർ മാത്രമുള്ളായിരുന്നു. NGT അത് ഡിയോക്സിസിനെ അടിക്കുന്നു. ഇവിടെ ആരെ അടിക്കുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം നമുക്ക് ഇങ്ങനെ നോക്കുകയല്ലാതെ വേറെ വഴിയില്ല. കാരണം പല ടീമുകൾ ഏരിയ 51 ഒരു പ്ലെയർ അതാ NGT ഡിയോക്സിസിലെ ട്രിഗോണിനെ അടിച്ചിട്ടുണ്ട്. ഇനിയും ഡിയോക്സിസിലെ ഡെസ്റ്റോക്സ് ഇൻഫ്ലെയിമും മാത്രം. പല ടീമുകൾ പല ഫൈറ്റുകൾ. റിട്നിക്സും അറ്റ് ദ സെയിം ടൈം അവിടെ എത്തിയിട്ടുണ്ട്. വിന്നിയും ചെയിൻ സ്മോക്കർ റിച്ചും ബാക്കി അമൽ ജോബി തീർന്നിട്ടുണ്ട്. അതാ ഡിയോക്സീസും 2 പേര്. NGT ബോസ് നോക്കാണ്. സയനൈഡ് നോക്കാണ്. അടിച്ചിരിക്കുന്ന ഡിയോക്സിസ് ആണ്. ഡിയോക്സിസ് വേഴ്സസ് NGT ഒരു നല്ല ഫൈറ്റ്. നമുക്ക് എന്തായാലും കുറേ നേരം ഇങ്ങനെ നിന്ന്. കാരണം ഇനിയും ഡിയോക്സി ഇൻഫ്ലെയിമോ ഇന്ന് വീണ്ടും നല്ലൊരു കളി. NGT വേഴ്സസ് ഡിയോക്സോ ആണ്. കാവാലം ആകാശ് അത് റിട്നിക്സിനെ പുറകെ അടിക്കുന്നു. ചെയിൻ സ്മോക്കർ NGTയിലെ ബോയ്ക്കിനെ അടിക്കുന്നു. ഒന്നും പറയാൻ പറ്റുന്നില്ല. ആരെ അടിച്ചതെന്ന് ദൈവത്തിനറിയാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോസ് ഏതാ ഇന്നത്തെ ഒരു മെയിൻ കളി കളിച്ച ബോസ്? NGT പെട്ടെന്ന് തന്നെ പറയാം. കാരണം സ്മോക്ക് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. കാരണം NGT ഡിയോക്സീസിൻ്റെ ഒരു സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് റിട്നിക്സും ഏരിയ 51 എല്ലാവരും കൂടി അതായത് വൈപ്പാക്കിയിരിക്കുന്നു ഗൈസ്. NGT അങ്ങനെ വൈപ്പായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഡിയോക്സീസിനെ NGT അടിക്കുന്നു. കാരണം പക്ഷേ ഡിയോക്സീസ് NGTയെ നൈസായിട്ട് ഗൈസ് ഡിയോക്സിസ് ഇന്ന് 10 കില്ല് എടുത്തിട്ടുണ്ട്. ഞാനത് കാണാൻ വിട്ടുപോയി. ഇനി 7 ടീം ഡിയോക്സിസ് ഇൻഫ്ലെയിം ചെയ്യുന്ന ഒരു OP കളി. 6 കില്ലുമായി ഡിയോക്സിസ് ഇൻഫ്ലെയിം. കാവാലത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാവാലത്തേക്ക് പോകണം. കാരണം കാവാൽ ആകാശ് കുറേ അടിക്കുന്ന കണ്ട് നമുക്ക് നോക്കാൻ പറ്റിയില്ല. പല ടീമിനെ നമുക്കിന്ന് കാണാൻ പറ്റിയില്ല. ഇന്ന് പലരും നല്ല ഫൈറ്റുകൾ, ഒരുപാട് ടീമുകൾ നല്ല ഫൈറ്റ് ഇന്ന് അടിക്കുന്നു. കാവാലം 10 കില്ല് ഓൾറെഡി ഉണ്ട്. സ്പൈഡറിനും ആകാശിനും 4 കില്ലുണ്ട്. ഗോ 46 ഇല്യാസ് തീർന്നിരിക്കുകയാണ്. ഗോഡ്സെന്റ് വേഴ്സസ് അക്കാഡ്സ്കി ഒരു ഫൈറ്റ്. ഗൈസ് നമുക്ക് എങ്ങോട്ട് നോക്കണം ഒന്നും മനസ്സിലായില്ല. ഒബീറ്റോ നോക്കാണ്.
ഗോഫോട്ടിക്സ് അവിടെ തന്നെയുണ്ട്. വിന്നി ഇന്ന് 3 കിലോ ആയിട്ട് വീണ്ടും നല്ലൊരു കളി. ഗോഡ്സെൻറ്റും കളിക്കുന്നു. റിട്നിക്സ് ഇന്നും എത്തിയിട്ടുണ്ട് ടോപ്പ് 7-ൽ. ഗൈസ് എങ്ങോട്ട് നോക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാത്തൊരവസ്ഥ. കാരണം ഒന്നാമത്തെ കാര്യം ഇത് വളരെ കഷ്ടം പിടിച്ചൊരു മാപ്പാണ് സ്പെക്ക് ചെയ്യാൻ. റിട്നിക്സ് ഡിയോക്സിസിനെ അടിക്കുന്നു. ഇൻഫ്ലേമോ ഇന്നത്തെ ഒരു ടോപ്പ് പ്ലെയറായ ഇൻഫ്ലേമോയുടെ ഡെസ്റ്റോക്സ് ആ പ്ലെയറിനെ അടിച്ചിട്ടുണ്ട്. ഇൻഫ്ലേമോ തീർന്നു കഴിഞ്ഞാൽ ഡെസ്റ്റോക്സ് മാത്രം. ഇൻഫ്ലേമോ റിട്നിക്സ് ലോഡ് നോക്കാണ്. നല്ല അടി കിട്ടുന്നു. റിട്നിക്സ് നല്ല അടിയാണ് അടിക്കുന്നത്. വണ്ടി പൊടിച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ ആ പ്ലെയറിനൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. റിട്നിക്സ് ഇവിടെ തന്നെയുണ്ട്. റിട്നിക്സിൻ്റെ അടുത്ത് തന്നെ കാവാലം ഉണ്ട്. ഏതൊക്കെ ടീമാണെന്ന് എനിക്ക് പോലും മനസ്സിലായി. ഡിയോക്സിസിൽ ഒരു പ്ലെയർ മാത്രം. റിട്നിക്സ് 4 പേരുണ്ട്. ഒരാൾ നോക്കാണെങ്കിലും ഡിയോക്സിസിന് സോണിക് കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സ്പെക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ആരെ നോക്കണം, എങ്ങോട്ട് നോക്കണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഗൈസ് കാവാലും ഇവിടെ തന്നെയുണ്ട്. റിട്നിക്സ് വേഴ്സസ് ഡിയോക്സിൽ ഒരു പ്ലെയറേ ഉള്ളൂ. എന്നാൽ പിന്നെ ഡിയോക്സിൽ തന്നെ പോകാം. കാരണം വേറെ നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും ഇവിടെ ഡാർക്കിനെ അടിച്ചാണ്. ഡാർക്ക് അടിക്കാം. അങ്ങനെ 6 ടീംസ് ആയിരിക്കുകയാണ്. റിട്നിക്സ് ഏതായാലും ഡിയോക്സിസിലെ വൈപ്പായിരിക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ള ടീം എന്ന് പറയുന്നത് അക്കാട്സ്കിയാണ്. അക്കാട്സ്കി വേഴ്സസ് ഗോഡ്സൻ്റെ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. വേറെ ആരൊക്കെയോ പൊട്ടിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെയൊക്കെ ഒരേ സമയത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആരെ നോക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലത്തെ ഒരു അവസ്ഥ. അവിടെ റിട്നിക്സിനെ വീണ്ടും ആരൊക്കെയോ പൊട്ടിക്കുന്നു. ഗോഫോട്ടിക്സ് ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്ന 2 പേര്. കാവാൽ അവിടെ തന്നെയുണ്ട്. അക്കാട്സ്കി ഒബീഡിയ നോക്കാണ്. റിച്ചു ജോസ് അക്കാട്സ്കി എടുത്തിരിക്കുന്നു. അപ്പോൾ ഏരിയ 51 അങ്ങോട്ട് വന്നോ? ഇവിടെ ഉണ്ടോ? ഓക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏരിയ 51 ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വീണ്ടും ഒരു കാരണം ഗോഡ്സിൻ്റെ വേഴ്സസ് അക്കാട്സ്കി ഫൈറ്റിലേക്ക് ഏരിയ 51 എത്തിയിട്ടുണ്ട്. നമുക്കെന്നാൽ വിന്നി വെച്ചാൽ തന്നെ പോയി നോക്കാം. കാരണം വേറെ വിന്നിയും റിച്ചും ഒക്കെയാണ് അടിക്കുന്നത്. നമുക്ക് എന്നാലും വിന്നിയെ തന്നെ ഒന്ന് സ്പെക്ക് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും അടിയാണല്ലോ. വേറെ ആരോ അടിക്കുന്നുണ്ട് ഇവിടെ തന്നെ. അത് അക്കാട്സ്കിൽ ചെയിൻ സ്മോക്കർ അടിച്ചിട്ടുണ്ട്. അക്കാട്സ്കിയെ വൈപ്പ് ചെയ്തിരിക്കുന്നു. വിന്നി ചെന്നിട്ട് ലാസ്റ്റ് കിൽ എടുത്തിട്ടുണ്ട്. ചെയിൻ സ്മോക്കർ നോക്കാണ്. റിച്ചോസ് ഉണ്ട്. പക്ഷേ അക്കാട്സ്കിയെ അങ്ങ് നൈസായിട്ട് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും വിന്നി മാറുകയാണ്. കാരണം റിച്ചുവിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ചെയിൻ സ്മോക്കർ റിവൈവ് ചെയ്യാണ്ട് റിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. നമ്മൾ മാപ്പിലേക്കാണ് ഇനിയും പോകാനുള്ളത്. കാരണം റിട്നിക്സ് ആരൊക്കെ വീണ്ടും അടിക്കുന്നു. റിട്നിക്സ് കാവാലത്തിന് അടിക്കുന്നു. കാവാലത്തിലേക്ക് പോട്ടെ. കാവാലം അതാ നമ്മുടെ പതിവ് പോലെ ആകാശ് M24 വെച്ച് സ്കോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും കാണുന്നില്ല. റിട്നിക്സ് കാവാലം സ്പൈഡറിനെ തീർത്തിരിക്കുകയാണ്. ഇവരൊക്കെ ഏതുവഴി അടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് ഗോഫോട്ടിക്സും ആരൊക്കെ അടിക്കുന്നുണ്ട്. മിയാബായ് റിട്നിക്സിലോടിനെ അത് എത്ര തേർഡ് പാർട്ടി അടിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. കാരണം തേർഡ് പാർട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മിയാബായും AK-47 ഗെയിമറും അവിടെ തന്നെയുണ്ട്. ഏരിയ 50 റിച്ചു ജോസ് മിയാബായെ നോക്കാക്കിയിട്ടുണ്ട്. AK-47 ഗെയിമർ വണ്ടി എടുത്ത് വന്ന് രക്ഷപ്പെടാനുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മിയാബായുടെ കില്ല് റിച്ചു ജോസ് എടുത്തിട്ടുണ്ട്. ലോജിക്സ് ലിൻഡോ വയനാടിനെ അറ്റ് സെയിം ടൈം അടിക്കുന്നു. ഇവിടെ AK-47 ഗെയിമർ അത് റിച്ചു ജോസിനെ നോക്കാക്കിയിരിക്കുന്നു. ഇവിടെ വിന്നി വേഴ്സസ് ഗോഫോട്ടിക്സ് റിച്ചു ജോസിന്റെ കില്ല് അവിടെ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് AK-47 ഗെയിമർ. അത് വിന്നിയെ നോക്കാക്കിയിരിക്കുന്നു AK-47 ഗെയിമർ. ഇന്ന് വീണ്ടും ഗോഫോട്ടിക്സ് വീണ്ടും അത് നല്ലൊരു കളി കളിക്കുന്നു. AK-47 ഗെയിമർ വിന്നിയെ നോക്കെടുത്തിരിക്കുകയാണ്. ചെയിൻ സ്മോക്കർ വിന്നിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ സോൺ ഔട്ടുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോൺ ഔട്ടാണ്. റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. കാരണം വിന്നി സോൺ ഔട്ടാണ്. കണ്ടു പുറകെ കൂടെ പോയി കില്ലെടുക്കാൻ ശ്രമിക്കുന്നു. പുറകെ കൂടെ പോയി കില്ലെടുത്തിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിലുള്ള കളി അങ്ങനെ വൈപ്പാക്കിയിരിക്കുകയാണ് ഏരിയ 51. AK-47 ഗെയിമർ മാത്രമേ ഉള്ളൂ. ഇവിടെ മിയാബായുടെ പെട്ടി തപ്പുവാണ്. ഇനി എത്തിയിരിക്കുന്ന കാവാലത്തിലെ 2 പേരെത്തിയിട്ടുണ്ട്. AK-47 ഒരു ടീം. റിട്നിക്സിലെ 3 പേരുണ്ട്. നമ്പർ വെച്ച് നോക്കുമ്പോൾ ഇന്നും റിട്നിക്സിന് ഒരു സാധ്യത. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഒരു മാസ്മരിക പ്രകടനം ഒറ്റയ്ക്ക് കാഴ്ച വെച്ച കോഡി ബാങ്ക്സ് ഇവിടെ നിൽപ്പുണ്ട്. 25 ഗോഡ്സെൻറ്റിലെ കോഡി ബാങ്ക്സ് പതിവ് പോലെ അവസാനം വരെ ഒളിച്ചു നിന്നിട്ട് എല്ലാവരെയും കൊല്ലാനുള്ളൊരു പദ്ധതിയാണെന്ന് തോന്നുന്നു. ഗൈസ് ഇന്ന് ടോപ്പ് ടീംസ് തന്നെ എത്തിയിരിക്കുന്നത്. റിട്നിക്സ് എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടാണ് റിട്നിക്സും കോഡി ബാങ്ക്സ് സേഫായിട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു. കാവാലത്തിലെ 2 പേരും ഇവിടെ ഈ കണ്ടെയ്നറിൽ കയറി നിൽക്കുന്നു. റിട്നിക്സിലെ 3 പേരോടെ സ്മോക്ക് കിട്ടി നിൽക്കുന്നു. പിന്നെ ഉള്ളത് മിയാബായ് ആണ്. മിയാബായ് എവിടെയൊക്കെ ഉണ്ട്. മിയാബായ് ഇതാ മേളിലുണ്ട്. സോറി മിയാബായ് അല്ല AK-47 ഗെയിമർ. അങ്ങനെ 4 ടീംസ് 7 പ്ലെയേഴ്സ്. 3 പേര് റിട്നിക്സ്, ഒരാൾ ഗോഡ്സെൻറ്റ്, 2 പേര് കാവാലം, ഒരു ഗോഫോട്ടിക്സ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കട്ടെ. എങ്ങോട്ട് ആരൊക്കെ അടിക്കുമെന്ന് നമുക്ക് നോക്കി നിൽക്കാം. കാരണം 4 പേരെയും കൂടെ ഫ്രെയിമിൽ കിട്ടണമല്ലോ. കോഡി ബാങ്ക് സ്മോക്ക് കിട്ടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആദ്യം കാവാലം സിഫറാണ് നല്ല ഡീറ്റ് ചെയ്തത്. റിട്നിക്സ് ഡാർക്കിന് നല്ല ഡീറ്റ് ചെയ്തത്. AK-47 ഗെയിമർ പുറകിൽ നിന്ന് റിട്നിക്സിനെ അടിച്ചിരിക്കുകയാണ്. AK-47 ഗെയിമർ നല്ല അടി കൊടുത്തിട്ടുണ്ട്. ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പലരും കോഡി ബാങ്ക്സ് പതിവ് പോലെ സേഫായിട്ട് നിൽക്കുന്നു. റിട്നിക്സ് ഏതായാലും റിവൈവ് ചെയ്യാണ്. കാവാലം വേഴ്സസ് റിട്നിക്സ് അടിച്ചു. കാവാലം സിഫർ അസാസിനിബിളിനെ നോക്കി ചെയ്തു. ഗോഫോട്ടിക്സ് ഗെയിമർ വണ്ടി കൊണ്ടുവന്നിട്ട് കയറുന്നതാണ് അങ്ങോട്ട്.
പൊസിഷൻ മാറി റിട്നിക്സിനെ അടിക്കാൻ നോക്കുവാണ് ഗോ 46-ലെ കാവാലം സിഫർ റിട്നിക്സ് വൈപ്പായിട്ടുണ്ട്. ഇനി ഗോ 46 വേഴ്സസ് കാവാലം വേഴ്സസ് ഗോഡ്സൺ. നല്ല റിട്നിക്സ് സോളിനെ കില്ല്, പക്ഷേ ഗോ 46 എടുത്തിരിക്കുന്നത് അത് ആകാശിനെ നോക്കിയിരിക്കുന്നത് കോഡി ബാങ്ക്സ് ആണ് നോക്കിയത്. രണ്ട് കാവാലം സാൻഡ്വിച്ച് ആവുന്നു കോഡി ബാങ്ക്സിന്റെ ഗെയിമറിന്റെ ഇടയിൽ. ആകാശിനെ വിട്ടിട്ട് സിഫർ അങ്ങോട്ട് അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ആകാശ് ഇവിടെ നോക്കാണ്. ആകാശിന്റെ കില്ല് കോഡി ബാങ്ക്സിനെ കിട്ടിയിട്ടുള്ളത്. ഇനി കോഡി ബാങ്ക്സ് വേഴ്സസ് AK-47 ഗെയിമർ 1 vs 1. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1 vs 1 ഗോ 46 വേഴ്സസ് ഗോഡ്സൺ. നമ്മളിവിടെ കാണുന്നത് ടീം കിൽസ് 4 കില്ലുമായിട്ട് ഗോഡ്സെന്റും. ഇനി നമുക്ക് പ്ലെയർ ടു പ്ലെയർ നോക്കാം, കാരണം എല്ലാവരും ബൂസ്റ്റ് ചെയ്യുകയാണ്. ഗോ 46 വേഴ്സസ് ഗോഡ്സിൻ്റെ ഒരു കളി. ഗോ 46 നമുക്കറിയാം അവർ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്, കൺസിസ്റ്റന്റ് ടീമാണ്. അതുപോലെ തന്നെ നമുക്ക് കോഡി ബാങ്ക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പൊസിഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങോട്ടൊരു നെയ്ഡ് പോകുന്നു. കോഡി ബാങ്ക്സ് അങ്ങോട്ടൊരു നെയ്ഡ് ഇട്ടിട്ടുണ്ട്. അത് കൊണ്ടുവന്നില്ല. നമുക്ക് ഏതായാലും ഇത് തന്നെ നോക്കാം, കാരണം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. ആരാണ് സോണിൽ അന്ന് നമ്മൾ കണ്ടതാണ്. ഗോ 46 ഗെയിമർ അങ്ങോട്ട് സോണിലോട്ട് കയറുന്നു. നമുക്ക് ഗോ 46 ഗെയിമറിലേക്ക് ഒന്ന് പോയി എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാകുന്ന കേസ്. അത് കോഡി ബാങ്ക്സിനെ കണ്ടു. കോഡി ബാങ്ക്സിനെ തീർത്തെന്ന് തോന്നുന്നു. AK-47 ഗെയിമർ ഗോ 46 തന്നെയാണ് ഇന്നും ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുന്നത്. ഇന്നലെ അവർക്ക് ചിക്കൻ ഡിന്നർ മിസ്സായി. പക്ഷെങ്കിൽ ഗോ 46 ഗെയിമർ നമ്മളുടെ ആമിർ ഇന്ന് 8 കില്ലുമായിട്ട് ഒരു OP കളി ഇന്നിവിടെ കളിച്ചിരിക്കുകയാണ്. മിയാബായ് 3 കില്ല്, ഇല്യാസ് 1 കില്ല്, 12 കില്ലുമായിട്ട് ഇന്ന് ഗോ 46 അവരുടെ ഒരു തിരിച്ചുവരവ്. ഈ സീസണിലെ ആദ്യത്തെ മാച്ച് അവർക്ക് നഷ്ടമായപ്പോൾ ഒരു തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ്. 12 കില്ലുമായിട്ട് ഗോ 46 ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുകയാണ്. ഈ സീസണിലെ അവരുടെ ആദ്യത്തെ ചിക്കൻ ഡിന്നർ. സെക്കൻഡ് എത്തിയിരിക്കുന്ന ഗോഡ്സൺ ആണ്, 4 കില്ലാണ്. കോഡി ബാങ്ക്സ് 2 കില്ല്, ലോജിക്സ് 2 കില്ല്. അങ്ങനെ 4 കില്ലുമായിട്ട് ഗോഡ്സൻ്റെ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. തേർഡ് എത്തിയിരിക്കുന്നത് കാവാലമാണ്. പക്ഷെ അവരുടെ കില്ല് നല്ല ഉണ്ട്. ആകാശ് 4 കില്ല്, സ്പൈഡർ 4 കില്ല്, സിഫർ 3 കില്ല്, ലിൻഡോ 1 കില്ല്. അങ്ങനെ അവരും 12 കില്ല് എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് മൂന്നാമത് എത്താൻ സാധിക്കുന്നുള്ളൂ. അവർ നമ്മൾ കണ്ടതാണ് കോഡി ബാങ്ക്സിൻ്റെയും ഗോ 46 ഗെയിമറിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായി പോയി. അവരുടെ 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടോപ്പ് 4 പ്ലേയേഴ്സ് ആയപ്പം. പക്ഷേ അവർക്ക് ചിക്കൻ അടിക്കാൻ സാധിക്കുന്നത് അവർ 2 പേരെ മാറി ഇരു ടീമിൽ ഓരോരുത്തരും മാറി അടിക്കുന്ന ഒരു കാഴ്ച. പിന്നെ ഫോർത്ത് എത്തിയിരിക്കുന്ന റിഡ്നിക്സ് ആണ്. ലോഡ് നല്ലൊരു കളി കളിച്ച് 3 കില്ലുമായിട്ട്. പക്ഷെങ്കിൽ ഈവിൾ 1 കില്ല്. അങ്ങനെ 4 കില്ലുമായിട്ട് ഫോർത്ത് എത്തിയിട്ടുണ്ട് റിഡ്നിക്സ്. അഞ്ചാമെത്തിയിരിക്കുന്ന ഏരിയ 51 ആണ്. ഏരിയ 51-ൽ ചെയിൻ സ്മോക്കർ 2 കില്ല്, വിന്നി പതിവ് പോലെ 4 കില്ല്, നല്ലൊരു പെർഫോമൻസ്. റിച്ച് 2 കില്ല്, അമൽ ജോബ് 1 കില്ല്. അങ്ങനെ 9 കില്ലുമായിട്ട് അഞ്ചാമെത്തിയിട്ടുണ്ട് ഏരിയ 51. അതുപോലെ തന്നെ ആറാമെത്തിയിരിക്കുന്നത് അക്കാട്സ്കിയാണ്, 1 കില്ല്. ഏഴാമത് ഡിയോക്സിസ്, എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ്. ഡിയോക്സിസ് ഇൻഫ്ലേമോ 6 കില്ല്, മാഡ്മാക്സ് 1 കില്ല്, ട്രിഗോൺ 1 കില്ല്, ഡെസ്റ്റോക്സ് 2 കില്ല്. അങ്ങനെ 10 കില്ലുമായിട്ട് ഡിയോക്സിസ് ഏഴാമെത്തിയിരിക്കുന്നു. എട്ടാമെത്തിയിരിക്കുന്ന NGT ആണ്, എടുത്തു പറയേണ്ട പെർഫോമൻസ്. NGT ബോസ് ഹൂനിനെ അടിച്ചപ്പോഴാണെങ്കിലും പിന്നെ നമ്മൾ വേറൊരു ടീമായിട്ടൊരു ഫൈറ്റ് കണ്ടിരുന്നത്. അപ്പോൾ NGT എക്സൗട്ടിനെ അടിച്ചതാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് NGT ഇവിടെ കളിച്ചത്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്നൊരു ടോപ്പ് 5 എത്താനുള്ളൊരു ചാൻസ് ഞാൻ കണ്ടതാണ്. പക്ഷെങ്കിൽ അവർക്ക് എവിടെയോ അടിതെറ്റി. നമുക്ക് കണ്ടതാണ് ഡിയോക്സിസിൻ്റെയും അറ്റ് ദ സെയിം ടൈം ഏരിയ 51 ഇടയിൽപ്പെട്ടു പോയി അവർ. പക്ഷെങ്കിൽ 5, 3, 8, 1, 9 കില്ലുമായിട്ട് 8ാം സ്ഥാനത്ത് NGT എത്തിയിട്ടുണ്ട്. 9ാമത്തെ എത്തിയിരിക്കുന്ന റോയൽ ഡിമോൺസ് ആണ്, കില്ലൊന്നുമില്ല. 10ാമത് ദാവൂദ് എത്തിയിട്ടുണ്ട്. അതിൽ ചോട്ടൂബിയും 1 കില്ല് എടുത്തിട്ടുണ്ട്. 11ാമത് എത്തിയിരിക്കുന്നത് സിന്നാണ്. അവർക്ക് 2 പേരാണ് ഇന്ന് കളിച്ചത്, 1 കില്ല് എടുത്തിട്ടില്ല. 12ാമത് എത്തിയിരിക്കുന്നത് TL4 ആണ്. AJ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ്, 4 കില്ല്. ഡാക്സ് 1 കില്ല്. അങ്ങനെ 5 കില്ലുമായിട്ട് 12 എത്തിയിട്ടുണ്ട്. 13ാമത് എത്തിയിരിക്കുന്നത് ബ്ലിറ്റ്സിലെ തേപ്പ് ജിത്തു ആണ്, 1 കില്ല്. 14ാമത് എത്തിയിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാം ഡാർക്ക് ഹോഴ്സ്. കാരണം ഗോ 46-ലെയും അറ്റ് ദ സെയിം ടൈം ബ്ലാക്ക് ഫോക്സിലെയും ഓരോ കില്ല് വീതം ലൂട്ട് ചെയ്തെടുത്ത് 2 കില്ലുമായിട്ട്. പക്ഷേ അവർ മികച്ച രീതിയിൽ കളിച്ചു. പക്ഷേ അവർക്ക് ഗോ 46 അങ്ങോട്ട് റഷ് ചെയ്ത് അവരെ തീർക്കുമായിരുന്നു. ഡാർക്ക് ഹോഴ്സ് 14ാമത് എത്തി, അവർക്ക് 2 കില്ലുണ്ട്. 15ാമത് എത്തിയിരിക്കുന്നത് എലൈറ്റിൻ്റെ ടീം 1 ആണ്. അവർ ഹണ്ടറിന് 1 കില്ല് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 16ാമത് എത്തിയിരിക്കുന്നത് കിറോട്ടോ ആണ്, അവർക്ക് അരവിന്ദ് ബി ഫോക്സിന് 1 കില്ലുണ്ട്. 17ാമത് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നലത്തെ ചിക്കണിന് അടിച്ച ടീമാണ്. അവർക്ക് നിർഭാഗ്യവശാൽ ഇന്ന് കില്ലുകളൊന്നും തന്നെ ഇല്ല. അവർക്ക് 17ാമത് എത്തുവാണ്. അവർക്ക് ഇന്ന് പോയിൻറ്റ്സ് ഒന്നും തന്നെ ഈ ഗെയിമിൽ നിന്ന് കിട്ടുന്നില്ല. അതവർക്ക് വളരെ ഒരു നിരാശ സമ്മാനിക്കുന്ന പ്രകടനമായി പോയി ഇന്ന്. കാരണം അവർ നാളെ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 18ാമത് എത്തിയിരിക്കുന്നത് എലൈറ്റ് വുൾഫ്. അത് 16ാമത്തെ സ്ലോട്ടിൽ എങ്ങാണ്ട് സൈത്രോപ്റ്റസ് സ്ലോട്ടിൽ കയറി കളിച്ചതാണ്. കില്ലുകളൊന്നും തന്നെ ഇല്ല. 19ാമത് എത്തിയിരിക്കുന്നത് തറവാടാണ്, തറവാടിൽ കില്ലൊന്നും തന്നെ ഇല്ല. 20 എത്തിയിരിക്കുന്നത് എലൈറ്റിൻ്റെ ടീം 2 ആണ്, കില്ലൊന്നുമില്ല. 21ാമത് ഹൂനിങ്ങിനാണ്, കില്ലൊന്നുമില്ല. 22ാമത് എത്തിയിരിക്കുന്നത് ഏറ്റവും ആദ്യം വൈപ്പായത് എക്സൗട്ടാണ്, അവർക്കും കില്ലുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.
കൺഗ്രാലേഷൻസ് ഗോ 46, അവർ നല്ലൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഗോഡ്സൻ്റെ വീണ്ടും മികച്ചൊരു പെർഫോമൻസ്, അവർക്ക് ഇന്ന് ജസ്റ്റ് മിസ്സായിപ്പോയി. കാരണം ഗോ 46 ഗെയിമർ ലാസ്റ്റ് അങ്ങോട്ട് റഷ് ചെയ്ത് കോഡി ബാങ്ക്സുമായിട്ടൊരു നല്ലൊരു ഫൈറ്റ്, പക്ഷേങ്കിൽ അവിടെ ഗോ 46 ഗെയിമർ ജയിച്ചിരിക്കുകയാണ്. തേർഡ് എത്തിയിരിക്കുന്നത് കാവാലമാണ്. എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ്. പല ഫൈറ്റ്സും നമുക്ക് മിസ്സായി, കാരണം ഒരേ സമയത്ത് ഇതുപോലൊരു വലിയ മാപ്പിൽ ഇത് ഇത്രയും ഫൈറ്റ് വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, 22 ടീമാണ് ഇവിടെ കളിക്കുന്നത്. 88 അല്ലെങ്കിൽ 80-85 പ്ലേയേഴ്സ് നമുക്കിവിടെ കളിക്കുന്നുണ്ട്, എല്ലാ ടീമിലും കൂടെ കൂട്ടി. അപ്പം ഫൈറ്റ് അടക്കമുള്ളൊരു ചാൻസ്, എല്ലാവരും ഹോട്ട് ഡ്രോപ്പിലൊക്കെ ഇറങ്ങാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി പെക്കാഡോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. നമ്മളിത് കണ്ടു അത്. അപ്പം ഒരേ ടീം പല സമയത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പലരുടെയും മിസ്സായിട്ടുണ്ട്. എന്നാലും നമ്മൾ പലരുടെയും കിൽഫീഡൊക്കെ കണ്ട് നമ്മൾ മാക്സിമം എടുത്തു പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഇന്ന് ഗോ 46, അറ്റ് ദ സെയിം ടൈം ഗോഡ്സൻ്റെ കാവാലം, അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് NGT നടത്തിയിരിക്കുന്നു, ഡിയോക്സിസ് എസ്പെഷ്യലി. അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ് ആൻഡ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ പ്ലേയേഴ്സ് ഹു പ്ലേ ടുഡേ. വെൽ പ്ലേഡ്. ദിസ് ഈസ് നിജോ സൈനിങ് ഔട്ട് ടുഡേ. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.